ആലപ്പുഴ സുഭദ്ര കൊലപാതകത്തിൽ പ്രതികളായ മാത്യൂസും ശർമിളയും പഞ്ചസാര വാങ്ങിയ കടയുടമ ഇരുവരെയും തിരിച്ചറിഞ്ഞു. മൃതദേഹം ഉറുമ്പരിച്ച് തീരുക എന്ന ഉദ്ദേശത്തോടു കൂടി 20 കിലോ പഞ്ചസാര വാങ്ങിയ കലവൂരിലെ കെ സ്റ്റോഴ്സ് എന്ന കടയുടമയാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ആഴത്തിൽ കുഴിയെടുത്തത് കാരണം മണ്ണിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നതിനാലും ഉറുമ്പുകൾക്ക് മൃതദേഹത്തിനടുത്തേക്ക് എത്താൻ സാധിക്കാതിരുന്നതിനാലാണ് മൃതദേഹം അധികം നശിക്കാതെ ലഭ്യമായതെന്നാണ് നിഗമനം. മലയാളത്തിലെ പ്രശസ്തമായ സിനിമയിൽ നിന്നുമാണ് ഈ ആശയം മാത്യൂസിന് ലഭ്യമായതെന്നും വിവരങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഷാജഹാൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, നിലവിൽ ആ അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെ പോവുകയാണ്. 20 കിലോ പഞ്ചസാര ഈ സുഭദ്രയുടെ മൃതദേഹം ദഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവർ വാങ്ങുകയും ചെയ്തിരുന്നു. ആശയങ്ങളെല്ലാം സിനിമകളിൽ നിന്നടക്കം ഉൾക്കൊണ്ടതാണ്. വളരെ കൃത്യമായ ആസൂത്രണം തന്നെ ആയിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്നത്. ഏറെ നാളുകളുടെ ആസൂത്രണം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. പോലീസ് അങ്ങനെ തന്നെ ആയിരിക്കും സ്ഥിരീകരിക്കുന്നത്. ഷാജഹാൻ. തീർച്ചയായിട്ടും സിജു, കാരണം വളരെയധികം പ്ലാൻഡ് ആയിട്ടാണ് ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടായ ഒരു സംഭവമല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. കാര്യം ഇതിനു വേണ്ടിയിട്ട് അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില സിനിമകളൊക്കെ കാണുക, അല്ലെങ്കിൽ ഈ മരണശേഷം അല്ലെ കൊലപാതകത്തിന് ശേഷം എങ്ങനെ മൃതദേഹം മറവ് ചെയ്യണം അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ തെളിവുകൾ നശിപ്പിക്കത്തക്ക തരത്തിലുള്ള പല കാര്യങ്ങളും അവർ കണ്ടതിന് ശേഷമാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയത്. അത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട, സുഭദ്രയിൽ നിന്ന് ഇവർ വാങ്ങിയ പണവും അതോടൊപ്പം തന്നെ സുഭദ്രയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും ഒക്കെ തന്നെ ലക്ഷങ്ങൾ വില വരുന്നത് സ്വന്തമാക്കുക എന്ന് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രതികൾ ഇവരെ കുഴിച്ചിടുന്ന സമയത്ത് 20 കിലോ പഞ്ചസാര വാങ്ങിയിരുന്നു. ഈ പഞ്ചസാര ഇട്ട് മൃതദേഹം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ലഭിച്ചു പോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോയത്. ഇതിനുവേണ്ടി പഞ്ചസാര വാങ്ങിയ കടയുടമയെ കഴിഞ്ഞ ദിവസം പ്രതികളുമായിട്ട് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. അദ്ദേഹം ഈ കടയുടമ ഇരുവരെയും തിരിച്ചറിയുകയും ചെയ്തു. ഇത്തരത്തിൽ വളരെ പ്ലാനും പദ്ധതിയോടും കൂടി തന്നെയാണ് ഈ കൊലപാതകം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിൽ ഇവരുടെ പങ്ക് വളരെ നിർണായകമാണ്. യാദൃച്ഛികമായി സംഭവിച്ചതല്ല, മറിച്ച് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് വളരെ പദ്ധതിയിട്ട്, കാര്യം ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുന്നതിന് അതിനെ മുൻപായിട്ട് കുഴിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരെ കൊലപ്പെടുത്തുന്ന ഏത് തരത്തിലായിരിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷമാണ് ഇവരെ വളരെ കൃത്യമായി. സാധാരണ പഞ്ചസാര ഉപയോഗിക്കുന്നത് മൃതദേഹം കത്തിച്ച് കളയുന്നതിന്റെ ഭാഗമായി പഞ്ചസാര ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവരുടെ പദ്ധതി പൊളിച്ചത് ഈ പഞ്ചസാര കൃത്യമായ ധാരണ ഇല്ലാതിരുന്നിരിക്കുക. പഞ്ചസാര ഈ മൃതദേഹത്തിൽ ഇട്ടതിന് ശേഷം അവിടെ മഴ പെയ്തു, പഞ്ചസാര അലിഞ്ഞു പോകുന്നൊരു സാഹചര്യം. അതാണ് അവരുടെ ഉദ്ദേശിച്ച പോലെ ഈ ഉറുമ്പുകൾ എത്താതിരുന്നതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായത്. പക്ഷേ ഇവർ ഇങ്ങനെ തന്നെയാണോ ആസൂത്രണം ചെയ്തത്? പോലീസ് അങ്ങനെ തന്നെയാണോ പറയുന്നത്? മൃതദേഹം ആദ്യം കത്തിച്ച് കളയാനുള്ള ശ്രമം നടത്തിയിരുന്നു അവർ? തീർച്ചയായിട്ടും മൃതദേഹം പഞ്ചാരയിട്ട് കത്തിച്ച് കളയുക, അല്ലെങ്കിൽ കുഴിക്കകത്തിട്ട് കരിയിലയോടൊപ്പം ഇട്ട് ഇത് കത്തിച്ച് കളയുക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു അവർ പദ്ധതി ഇട്ടിരുന്നത്. പക്ഷേ കുഴി എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം കൂടുതലായിട്ട് കാണുകയും അങ്ങനെ അതിലേക്ക് ഈ മൃതദേഹം ഇടുകയും ഇവരുടെ പദ്ധതികളൊക്കെ പൊളിയുകയുമായിരുന്നു. പക്ഷേ ഈ വെള്ളം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്, നമുക്കറിയാം തീരദേശ മേഖലയായതുകൊണ്ട് ഉപ്പിന്റെ അംശം കൂടുതലായതുകൊണ്ടാണ് ഈ മൃതദേഹം കൂടുതലായിട്ട് അഴുകാതിരുന്നത്. ഏതാണ്ട് 1 മാസം കഴിഞ്ഞിട്ടും പൂർണ്ണമായിട്ടും മൃതദേഹം അഴുകി പോകാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പദ്ധതികളൊക്കെ തന്നെ പൊളിഞ്ഞു. പെട്ടെന്ന് തന്നെ കുഴി മൂടിയതിനു ശേഷം ഇവർ രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഇതൊക്കെ തന്നെ ഈ കേസ് തെളിയിക്കുന്നതിന് പോലീസിന് വളരെ കൃത്യമായിട്ടുള്ള സഹായം ലഭിച്ചു. കാര്യം അതല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ മൃതദേഹം. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. കലവൂരിലെ സുഭദ്രയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികൾ 20 കിലോ പഞ്ചസാര വാങ്ങിയ കടയുടമ പ്രതികളെ തിരിച്ചറിഞ്ഞു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് പങ്കുവച്ചത്.